ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ മെഡിസിൻ ആൻഡ് ജനറൽ സർജറി എന്ന സബ്ജക്റ്റിൽ വരുന്ന ലെപ്രസി എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെപ്രസിയിൽ മെയിനായിട്ട് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ, ട്രാൻസ്മിഷൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്, പതോജൻസിസ്, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, മാനേജ്മെൻറ്റിൽ മെഡിക്കൽ മാനേജ്മെൻറ്റും ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റുമാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്താണ് ലെപ്രസി? ലെപ്രസി ഈസ് ഓൾസോ നോൺ ആസ് ഹെൻസൺസ് ഡിസീസ്. ലെപ്രസിയെ നമ്മൾ ഹെൻസൺസ് ഡിസീസ് എന്നും പറയാനുള്ള കാരണം ഒരു നൊവേറിയൻ ഫിസിഷ്യനായിട്ടുള്ള ഗെഹാർഡ് ഹെൻറിക് അമേർ ഹാൻസൺ എന്ന് പറയുന്ന ഒരു ഫിസിഷ്യനാണ് ഈ ലെപ്രസി ഉണ്ടാക്കുന്ന ബാക്ടീരിയമായ മൈക്രോബാക്ടീരിയം ലെപ്രയെ ഡിസ്കവർ ചെയ്തത്. അതുകൊണ്ടാണ് ലെപ്രസിയെ നമ്മൾ അയാളുടെ പേരിനോടനുബന്ധിച്ച് ഹാൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. ലെപ്രസി എന്ന് പറയുന്നത് ഒരു ക്രോണിക് ഇൻഫെക്റ്റീഷ്യസ് ആയിട്ടുള്ള ഡിസീസാണ്. അതായത് നമുക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇൽനെസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടാകുകയും എന്നിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു ക്രോണിക് ആയിട്ടുള്ള ഇൻഫെക്റ്റീഷൻ ഉണ്ടാക്കിയ ഡിസീസാണ്. ലെപ്രസിയും അതുപോലെ തന്നെ മൈക്രോബാക്ടീരിയം ലെപ്ര എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള ഡിസീസാണ് ലെപ്രസി. മൈക്രോബാക്ടീരിയം ലെപ്ര എന്ന് പറയുന്നത് ഒരു ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ആസിഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ ഇതിന് ഡിസ്കളർ ആകാതെ അതേ കളറിൽ തന്നെ നിൽക്കും. ഇപ്പം വയലറ്റ് കളർ അല്ലെങ്കിൽ പർപ്പിൾ കളറായിട്ടുള്ള സ്റ്റെയിൻ ആണെങ്കിൽ ബാക്ടീരിയയ്ക്ക് മാത്രം നമുക്ക് മാറി നിൽക്കുന്ന രീതിയിൽ, അതായത് കളർ ചേഞ്ച് ചെയ്യാതെ അതിൻ്റെ കളറിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിന് ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ആണെന്ന് പറയാം. അതുപോലെ മൈക്രോബാക്ടീരിയം ലെപ്ര ഒരു ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള റോഡ് ഷേപ്ഡ് ബാക്ടീരിയയാണ്. റോഡ് ഷേപ്ഡ് ബാക്ടീരിയ നമ്മൾ പറയുന്നത് ബേസിലി എന്നാണ്. അപ്പോൾ മൈക്രോബാക്ടീരിയം ലെപ്ര എന്ന് പറയുന്നത് ഒരു ബേസിലിയാണ്. അത് സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയയുടെ വേറൊരു പ്രത്യേകതയാണ് ഇത് കൂളർ ഏരിയസ് ഓഫ് ദ ബോഡിയുടെ കൂളർ പാർട്ടായിട്ടുള്ള ഏരിയയിലായിരിക്കും കൂടുതലായിട്ട് ഗ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്ന്, പെരിഫറൽ നെർവ്സിന്, അതുപോലെ തന്നെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ആൻഡ് ഐസിനായിരിക്കും കൂടുതലായിട്ടും അഫക്റ്റ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലെപ്രസിയാണ്. ലെപ്രസിയെ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ, അതായത് സിംറ്റംസിൻ്റെ ബേസിസിലും അതുപോലെ തന്നെ ബാക്ടീരിയ എന്തോരം ഉണ്ടെന്നും ആ ബാക്ടീരിയയോട് എങ്ങനെ നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചും WHO-യും റിഡ്ലി ജോബ്ലിനും ലെപ്രസിയെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. WHO എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലെപ്രസിയെ 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എത്ര സ്കിൻ ലീഷൻ ഉണ്ടെന്നും സ്കിന്നിൻ്റെ സാമ്പിൾ എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ബേസിലി, അതായത് റോഡ് ഷേപ്പ് ആയിട്ടുള്ള ബാക്ടീരിയയാണ് ബേസിലി എന്ന് പറയുന്നത്. മൈക്രോബാക്ടീരിയം പ്രസൻ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നതനുസരിച്ചാണ് നമ്മുടെ WHO 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പൗസി ബാസിലറി ലെപ്രസി എന്നും മൾട്ടി ബാസിലറി ലെപ്രസി എന്നും. ഈ പൗസി ബാസിലറി ലെപ്രസി എന്ന് പറഞ്ഞാൽ അവിടെ സ്കിൻ ലീഷൻ 5-ൽ താഴെയായിരിക്കും. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ സ്മിയർ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ആ ബേസിലിയെ ഡിറ്റക്റ്റ് ചെയ്യാനും സാധിക്കത്തില്ല. അങ്ങനെയുള്ളതാണ് പൗസി ബാസിലറി ലെപ്രസി. അതായത് കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ലെപ്രസി. അവിടെ ഫ്യൂവർ ആയിട്ടുള്ള ലീഷനെ കാണുകയുള്ളൂ. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എഡ്ജസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇമ്മ്യൂൺ റെസ്പോൺസ് കൂടുതലായിരിക്കും. ഇമ്മ്യൂൺ റെസ്പോൺസ് കൂടുതലായതുകൊണ്ട് തന്നെ ബാക്ടീരിയയുടെ അളവ് കുറവായിരിക്കും. അതുപോലെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മൾട്ടി ഡ്രഗ് ഒരു 6 മാസത്തേക്ക് ഡ്യൂറേഷനിൽ നമ്മൾ കൊടുത്താലായിട്ട് മതിയായിരിക്കും. മൾട്ടി ബാസിലറി ലെപ്രസി എന്ന് പറയുമ്പോൾ 5-ഓ അതിൽ കൂടുതലോ സ്കിൻ ലീഷൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ സ്മിയർ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ബാസിലറി അവിടെ പ്രസൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഡിറ്റക്റ്റബിൾ ആയിരിക്കും. അങ്ങനെയുള്ളതിൽ ലീഷൻസ് കൂടുതലായിരിക്കും. ഇതൊരു മോഡറേറ്റ് ടു സിവിയർ ആയിട്ടുള്ള ലെപ്രസിയാണ്. അപ്പോൾ അവിടെ ലെസ് ഡിഫൈൻഡ് ആയിട്ടുള്ള എഡ്ജസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇമ്മ്യൂൺ റെസ്പോൺസ് വീക്കർ ആയിരിക്കും. ഇമ്മ്യൂൺ റെസ്പോൺസ് വീക്കർ ആയതുകൊണ്ട് തന്നെ ബാക്ടീരിയയുടെ ലോഡ് കൂടുതലായിരിക്കും. അതുകൊണ്ട് മൾട്ടി ഡ്രഗിൻ്റെ തെറാപ്പി എന്ന് പറയുന്നത് ഒരു 12 മാസത്തോളം നീണ്ടു നിൽക്കും. WHO-യുടെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ളത് റിഡ്ലി ജോബ്ലിൻ ക്ലാസിഫിക്കേഷനാണ്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. 5 കാറ്റഗറിയാണ് ഉള്ളത്. ട്യൂബർക്കുലോയിഡ് ലെപ്രസി, ബോർഡർ ലൈൻ ട്യൂബർക്കുലോയിഡ് ലെപ്രസി, മിഡ് ബോർഡർ ലൈൻ ലെപ്രസി, ബോർഡർ ലൈൻ ലെപ്രോമാറ്റസ് ലെപ്രസി, ലെപ്രോമാറ്റസ് ലെപ്രസി.
ഇതിൽ ട്യൂബർക്കുലോയിഡ് ലെപ്രസി എന്ന് പറയുന്നത് മൈൽഡ് ഫോം ഓഫ് ലെപ്രസിയും ലെപ്രോമാറ്റസ് ലെപ്രസി എന്ന് പറയുന്നത് സിവിയർ ഫോം ഓഫ് ലെപ്രസിയും ആയിരിക്കും. ഈ ട്യൂബർക്കുലോയിഡ് ലെപ്രസിയിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ്. നമുക്ക് ലെപ്രസിയിൽ വരുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ്. ട്യൂബർക്കുലോയിഡിൽ നല്ല സ്ട്രോങ് ആയിരിക്കും. സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ബാക്ടീരിയൽ ലോഡ് കുറവായിരിക്കും. അതുപോലെ ക്ലിനിക്കൽ ഫീച്ചേഴ്സും ഫ്യൂ ആയിട്ട് കുറവായിട്ടുള്ളതായിരിക്കും കാണുന്നത്. ബോർഡർ ലൈൻ ട്യൂബർക്കുലോയിഡ് ലെപ്രസിയിൽ ഒരു മോഡറേറ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ആയിരിക്കും. അപ്പോൾ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയൽ ലോഡായിരിക്കും. മിഡ് ബോർഡർ ലൈൻ ലെപ്രസിയിൽ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ആയിരിക്കും. അവിടെ ഒരു ന്യൂമറസ് കുറച്ചും കൂടെ ലീഷൻസ് കുറച്ച് കൂടുതലായിരിക്കും. മിക്സഡ് ആയിട്ടുള്ള സെല്ലുലാർ ലിംഫൈറ്റ്സും അതുപോലെ തന്നെ ബാക്ടീരിയൽ ലോഡ് ഇൻ്റർമിറ്റൻ്റ് ആയിരിക്കും. ബോർഡർ ലൈൻ ലെപ്രോമാറ്റസ് ലെപ്രസി എന്ന് പറയുന്നത് വീക്കർ ആയിട്ടുള്ള സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. അപ്പം ഇമ്മ്യൂൺ റെസ്പോൺസ് കുറച്ചും കൂടെ മോഡറേറ്റ്, അതായത് സിവിയറിലോട്ട് വരുമ്പോഴത്തേക്കും ഇമ്മ്യൂൺ റെസ്പോൺസ് നമുക്ക് കുറയും. ഇമ്മ്യൂൺ റെസ്പോൺസ് കുറയുമ്പോൾ ബാക്ടീരിയയുടെ ലോഡ് കുറച്ചും കൂടി കൂടും. ലെപ്രോമാറ്റസ് ലെപ്രസി എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ലെപ്രസി ആയിരിക്കും. അവിടെ സ്കിൻ ലീഷൻസ് കൂടുതലായിരിക്കും, നോഡ്യൂൾസ് ഉണ്ടാകും, പ്ലീക്യൂസ് ഉണ്ടാകും. അതുപോലെ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള നെർവ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. സെൻസറി ലോസുകൾ സംഭവിക്കും. അതുപോലെ തന്നെ മാക്രോഫേജസ് ഫോം ചെയ്യായിരിക്കും. ഗ്രാനുലോമാസ് കൂടുതൽ ഫോർമേഷൻ ഉണ്ടാകും. ബാക്ടീരിയയുടെ ലോഡ് വളരെ കൂടുതലായിരിക്കും. അതാണ് ലെപ്രോമാറ്റസ് ലെപ്രസി വളരെ സിവിയർ ആയിട്ടുള്ള ലെപ്രസി ആയിട്ട് കണക്കാക്കുന്നത്.